മോർണിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ, എങ്ങനെയാണ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളത്. അപ്പം അതിൽ നമുക്ക് തന്ന ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സ് ഓൾ റേസ് ടു വി ഓഫ് എക്സ്, ഈ ഫോമിലായിരിക്കണം. യു ഓഫ് എക്സ് അതായത് ഒരു ഫംഗ്ഷൻ്റെ റേസ് ടു ആയിട്ട് അനദർ ഫംഗ്ഷൻ വരുന്നത് യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ്. ഇപ്പോൾ നമുക്കറിയാം എ റേസ് ടു എക്സ്, ഇത് എ എന്നൊരു ഫംഗ്ഷൻ, അതിന് അടുത്തൊരു ഫംഗ്ഷൻ എക്സ്, അപ്പോൾ അതിന് പവറായിട്ട് വരുന്നത് എങ്ങനെയാണ്. അപ്പം നോക്കുക, അതിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ശ്രദ്ധിക്കുക, 1-2 സ്റ്റെപ്പുകളേ ഉള്ളൂ. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, അതായത് രണ്ട് ഫംഗ്ഷൻ്റെ രണ്ട് സൈഡിലും എന്തെടുക്കുക, ലോഗരിതം എടുക്കുക. അപ്പോൾ വൈ എന്തിനെ ലോഗ് എടുക്കുമ്പോൾ എന്താ വരുന്നത്, ലോഗ് വൈ ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു, നേരത്തെ പറഞ്ഞില്ലേ എക്സ് റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ലോഗ് എക്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ രീതിക്ക് വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് യു ഓഫ് എക്സ്, അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റിംഗ്, രണ്ട് ഭാഗത്തിനെയും ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പോൾ ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, 1/y. അത് എക്സ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്, dy/dx എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ dy/dx 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു, നേരത്തെ ചെയ്യാൻ ഇവിടെ രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, പ്രോഡക്റ്റ് റൂൾ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേഷൻ 1/x. അപ്പം 1/u ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സിൻ്റെ ഡെറിവേഷൻ ഒന്നും കൂടെ വരുന്നുണ്ട് u' x അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ലോഗ് യു ഓഫ് എക്സ് ആണ്, ദെൻ വി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് v'(x). അതിൽ നിന്ന് നമുക്ക് dy/dx ആണ് കാണേണ്ടത്. dy/dx ഈക്വൽ ടു ഈ y അങ്ങോട്ട് പോകുന്നു, y ഇൻറ്റു വി ഓഫ് എക്സ് ബൈ യു ഓഫ് എക്സ് ഇൻറ്റു u'(x) പ്ലസ് v'(x) ഇൻറ്റു ലോഗ് യു ഓഫ് എക്സ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് വരുന്നത്, ദ പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഈസ് നോൺ ആസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പം ഈ ചെയ്യുന്നതിനെയാണ് ലോഗരിതമിക്. ഇതേ രീതിയിൽ ആദ്യം തന്നിരിക്കുന്നതിൽ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തിനെയും ലോഗ് എടുക്കുക. ദെൻ അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതേപോലെ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്ത് വെച്ചിട്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം അതും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അതിൽ dy/dx എന്താണെന്ന് വെച്ചാൽ അതേപോലെ എഴുതാ, dy/dx ഈ y അങ്ങോട്ട് പോകുന്നു, പ്രോബ്ലത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് വെച്ചിട്ട് നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, എല്ലാത്തിൻ്റെ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് the following functions, differentiate the following function with respect to x. then ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കാം, y ഈക്വൽ ടു a raised to x. ക്വസ്റ്റ്യൻ നോക്കുക, y ഈക്വൽ ടു a raised to x. അപ്പോൾ ആദ്യം എന്താ ഞാൻ പറഞ്ഞത്, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ടേക്കിംഗ് ലോഗ് ഓൺ ലോഗരിതം, അതന്നെയാണ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും, വൈക്ക് ലോഗ് കൊടുക്കുമ്പോൾ ലോഗ് വൈ ഈക്വൽ ടു, ഇതിനെങ്ങനെയാണ് വരിക, എക്സ് ലോഗ് എ. ദെൻ നെക്സ്റ്റ് എഴുതണം, ഇതൊക്കെ എഴുതാൻ മറക്കരുത്, ഡിഫറൻഷിയേറ്റിംഗ് on both sides, എന്ത്, with respect to x. then log yൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് എയുടെ എന്താ വരുന്നത്, 1/a ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്
സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ലോഗ് എയുടെ ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേഷൻ എന്താ വരുന്നത്? 0 ആണ്. ലോഗ് എക്സിൻ്റെ ആണ് എയുടേത്. ലോഗ് എക്സിൻ്റെ 1/x ആണ്. അപ്പം ലോഗ് എ എന്ന് പറയുമ്പോൾ എക്സ് അല്ലാത്തതല്ലേ, ഇൻറ്റു 1/a. അപ്പോൾ എയുടെ കോൺസ്റ്റൻ്റ് അഥവാ 0 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 0 പ്ലസ് ലോഗ് എ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു ലോഗ് എ. ദാറ്റ് ഈസ് dy by dx ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എ. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് a raised to x ഇൻറ്റു ലോഗ് എ. കണ്ടോ? 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് പറയുമ്പോൾ 1/a. ലോഗ് എക്സ് 1/x. അപ്പം 1/aയുടെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ 1/a ഇൻറ്റു dy by dx ഓഫ് എ അങ്ങനെ എഴുതണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല, ഡയറക്റ്റ് ഞാനിങ്ങോട്ട് 0 കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എയുടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് 0 ആയത്. എക്സ് ഇൻറ്റു 0 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ദെൻ ഇസ് ഈക്വൽ ടു ലോഗ് എ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് dy by dx, ഈ y അങ്ങോട്ട് പോകുന്നു, y ഇൻറ്റു ലോഗ് എ, ദെൻ ഈ വൈക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഈ രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. സെക്കൻഡ് y ഈക്വൽ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു സൈൻ എക്സ്. എക്സ് റേസ് ടു സൈൻ എക്സ്, എ റേസ് ടു എക്സ് എന്നുള്ള മോഡലിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. എന്താ വേണ്ടത്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം എന്ത് വരും? ലോഗ് വൈ ഈക്വൽ ടു ഇവിടെ മുകളിലുള്ള എന്താ? സൈൻ എക്സ് ലോഗ് എക്സ്. Then differentiating on both sides with respect to x. അപ്പോൾ ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് നേരത്തെ? 1/y ഇൻറ്റു dy by dx. ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് മാത്രമേ വരുള്ളൂ? 1/x മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ലോഗ് വൈ ആയതുകൊണ്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ടുമാണ് dy by dx വന്നത്. ഇസ് ഈക്വൽ ടു ഇവിടെ നേരെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിനെ അങ്ങനെ എഴുതണോ നിങ്ങൾക്ക്? d by dx ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു d by dx ഓഫ് സൈൻ എക്സ്. അപ്പം എന്താ വരുന്നത്? സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേഷൻ 1/x, ലോഗ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേഷൻ മൈനസ് കോസ് എക്സ്. ദാറ്റ് ഈസ് dy by dx ഈക്വൽ ടു ഈ y അങ്ങോട്ട് പോകുന്നു, y ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് മൈനസ് കോസ് എക്സ് ലോഗ് എക്സ്. ലോഗ് ഫംഗ്ഷനൊക്കെ എപ്പോഴും രണ്ടാമതാണ് എഴുതുന്നത്. ഈക്വൽ ടു ഈ വൈക്ക് പകരം എന്താ? വൈക്ക് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു സൈൻ എക്സ്, നേരെ അത് എഴുതാം. സൈൻ എക്സ് ബൈ എക്സ് മൈനസ് കോസ് എക്സ് ലോഗ് എക്സ്. ഇപ്പം എങ്ങനെയാണ് ലോഗരിതമിക് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? 2 സ്റ്റെപ്പാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് ടേക്കിംഗ് ഓൺ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. സെക്കൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ അറിയണം, എക്സ്പൊണൻഷ്യൽ അറിയണം, ലോഗരിതമിക് അറിയണം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാലേ ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. പുതിയതാണ്. എന്താണ് ഒരു പാരാമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ? എക്സും വൈയും അല്ലാതെ നമുക്ക് ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. തീറ്റ, ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു എക്സും വൈയും അല്ലാത്ത 3 ഫങ്ഷൻസും ഫോംസൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെയാണ് എന്ത് പേര് പറയുന്നത്? പാരാമെട്രിക്. എന്താണെന്ന് നോക്കാം. എ റിലേഷൻ എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് x and y in the form x equal to f of t. x equal to f of t അവിടെ ടിയിൽ വരുന്നു ചിലപ്പം. ആൻഡ് y equal to g of t is said to be parametric form.
ടി ആസ് എ പാരാമീറ്റർ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അത് ആ ടി എന്നതിനെ പാരാമീറ്റർ എന്ന് പറയുന്നു. അങ്ങനെ എഴുതുന്ന ഫോമിനെയാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ ഡി ടി ക്യാൻസൽ ആകുന്നു, ബാക്കി എന്തുണ്ട്, ഡി വൈ ബൈ ഡി എക്സ് തന്നെ. അപ്പം ഡി വൈ ബൈ ഡി ടിനെ നമുക്ക് എന്ത് പേര് പറയാം, ജി ഓഫ് ടി, ആൻഡ് ഡി എക്സ് ബൈ ഡി ടിനെ എന്ത് പേര് പറയാം, എഫ് ഡാഷ് ടി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞേ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇതൊന്ന് മറക്കാതെ പഠിച്ചിരിക്കണം, ഓക്കെ, മറക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് if x equal to at square and y equal to 2at. കണ്ടോ, ഇവിടെ x ഈക്വൽ ടു എഫ് ഓഫ് ടി, y ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി, രണ്ട് ഫംഗ്ഷൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കാണാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം, അതുപോലെ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എക്സ് ആയതുകൊണ്ട് ഞാൻ ഡി എക്സ് ബൈ ഡി ടി കാണുന്നു. എന്താ എ ടി സ്ക്വയറിൻ്റെ ഡി എക്സ് ബൈ ഡി ടി, ഇവിടെ ടിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആകുമ്പോൾ എക്സിൽ, ഇവിടെ ഡി എക്സ് ബൈ ഡി ടി ആകുമ്പോൾ ടിയിൽ. അപ്പോൾ ഇവിടെ ടി എന്നതാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ എന്താ വരുന്നത്, 2x. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേഷൻ 2t അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എ ടി, ദെൻ 2at. അതുപോലെ ഡി വൈ ബൈ ഡി ടി എന്താ വരിക, ടിയുടെ ഡെറിവേഷൻ 1 ആണ്. അപ്പോൾ 2at ഈസ് ഈക്വൽ ടു 2a. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, നമ്മൾ ആദ്യത്തെ എഴുതുന്നു, ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 2a ബൈ 2at. അപ്പോൾ 2a ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്തുണ്ട്, 1/t. കണ്ടോ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/t. എളുപ്പമാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് ഡയറക്റ്റ് ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു ടി എന്നൊരു പാരാമീറ്റർ ഉണ്ടാവുന്നു, അപ്പോൾ അതിലേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ക്യാൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, എല്ലാം തന്നെ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറയും. ഇഫ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ എന്തായിരിക്കും, നേരത്തെ ടി ആണ് പറഞ്ഞത്, അപ്പോൾ ഇവിടെ എന്താണ്, തീറ്റയാണ് കേട്ടോ. അപ്പോൾ തീറ്റയോ ടിയോ എന്താ വെച്ചാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്, ആദ്യം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്, ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പോൾ തന്നതിൽ നിന്ന് നമ്മൾ എക്സിനെ ഡി എക്സ് ബൈ ഡി തീറ്റ കാണുന്നു. ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ. അപ്പോൾ എന്താ, കോസ് തീറ്റൻ്റെ ഡെറിവേഷൻ എന്താ, മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ ആൻഡ് ഡി വൈ ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു വൈ എന്താ, എ സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റൻ്റെ ഡെറിവേഷൻ കോസ് തീറ്റ. അപ്പം എ കോസ് തീറ്റ, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഡി വൈ ബൈ ഡി എക്സ് എന്താ വരുന്നത്, ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എ കോസ് തീറ്റ ബൈ മൈനസ് എ സൈൻ തീറ്റ. അപ്പോൾ എ ക്യാൻസൽ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ, ടാൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ. അപ്പോൾ ഇസ് ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ. മൈനസ്, ഈ മൈനസ് ആണ് കേട്ടോ, താഴെയുള്ള മൈനസ് മുകളിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു തീറ്റ എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ ആൻഡ്
y ഈക്വൽ ടു എ തീറ്റ y ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്താ പാരാമീറ്റർ? തീറ്റയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ dy ബൈ ഡി എക്സ് ആദ്യം dx ബൈ ഡി തീറ്റ പിടിക്കാം. എന്താ? എ ഇൻറ്റു തീറ്റയുടേത് 1 സൈൻ തീറ്റേണ്ടത് കോസ് തീറ്റ ആൻഡ് dy ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1ൻ്റെത് എന്താ? 0, കോസ് തീറ്റൻ്റെ എന്താ? സൈൻ തീറ്റ. കോസ് തീറ്റൻ്റെത് മൈനസ് സൈൻ തീറ്റ ആണല്ലോ. കോസ് 0 മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ 1ൻ്റെത് 0 ആണ്, കോസ് തീറ്റൻ്റെത് മൈനസ് സൈൻ തീറ്റ. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ അഥവാ എ സൈൻ തീറ്റ. അപ്പം dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ എ ക്യാൻസലായി. സൈൻ തീറ്റേനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ബൈ 1 മൈനസ് കോസ് തീറ്റേനെ നമ്മൾ എന്താ വരുന്നത്? ഇവിടെ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. ഇവിടെ സൈൻ തീറ്റൻ്റെ കോസ് തീറ്റയാണ് കേട്ടോ, ഒരു മൈനസ് ഇട്ട് പോയതാണ്. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റയാണ്. കോസ് തീറ്റൻ്റെ എന്താ? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ, ഒരു കോസ് തീറ്റ ഇവിടെ ക്യാൻസലായി. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ടാൻ തീറ്റ ബൈ 2. ഒന്ന് നോക്കൂ, ഇവിടെ എ കോസ് തീറ്റ ഇതിൻ്റെ എക്സ് ഇൻറ്റു എ ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പോൾ എയുടെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാണ്, അതുകൊണ്ട് എ ഇൻറ്റു തീറ്റയുടെ 1 ആണ്, സൈൻ തീറ്റൻ്റെ കോസ് തീറ്റ. നേരത്തെ ഞാൻ നെഗറ്റീവാണ് ഇട്ടത്, അത് ഇട്ട് പോയതാണ്. അപ്പോൾ 1 പ്ലസ് സൈൻ തീറ്റൻ്റെത് കോസ് തീറ്റ, ദെൻ എ ഇൻറ്റു 1ൻ്റെത് 0 ആണ്, മൈനസ് കോസ് തീറ്റൻ്റെത് മൈനസ് സൈൻ തീറ്റയാണ്, അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടി ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈൻ തീറ്റ ആയത്. ദെൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ എ ക്യാൻസലായി. ദെൻ സൈൻ തീറ്റേനെ നമ്മൾ ഫസ്റ്റ് ഇയറിന് പഠിച്ചിട്ടുണ്ട്. 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അതുപോലെ 1 പ്ലസ് കോസ് തീറ്റേനെ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി, ഒരു കോസ് തീറ്റയും ഇവിടുത്തെ ഒരു കോസ് തീറ്റയും ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ടാൻ തീറ്റ ബൈ 2. അപ്പോൾ ഇങ്ങനെയാണ് പാരാമെട്രിക് ഫോം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, തീറ്റയിലാണെങ്കിൽ ആ ഡി തീറ്റ കാണുക, ടിയിലാണെങ്കിൽ ഡി ടി കാണുക, എന്നിട്ട് അത് ഡയറക്റ്റ് അതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.